ഒന്ന് ഒതുങ്ങി പോകാന്ന് വിചാരിച്ച ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും എന്റെ അടുത്തേക്ക് വരും. ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ മായേ. പിന്നെ ത്രിവേണി കൊച്ചു കുട്ടിയല്ലേ. ആര് പറഞ്ഞ്? ആരാ നിങ്ങളോട് പറഞ്ഞത് ത്രിവേണി കൊച്ചു കുട്ടിയാന്ന്? എന്താ കിഷോർ, നീക്ക് കണ്ണ് കാണാൻ പാടില്ലേ? അവള് പറഞ്ഞു കേട്ടില്ലേ, അർജുന് അവളുടെ വരുതിയിൽ കൊണ്ടുവരുമെന്ന്. അതാ കുട്ടി വെറുതെ മായനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല, എനിക്ക് തോന്നിയതാണത്. എനിക്ക് തോന്നുന്നത് പറഞ്ഞൂടെ? അങ്ങനെ നിങ്ങൾ പറയണ്ട. ദേ, നിങ്ങൾ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ത്രിവേണിയെ. കിഷോർ, എനിക്ക് അവളോട് 2 വർത്തമാനം പറയണമെന്നുണ്ട്. പിന്നെയും ആ പാവം ആവണയെ ആലോചിക്കുമ്പോഴാണ് ഞാൻ വെറുതെ വിട്ടത്. അല്ലാതെ കാറിലിട്ട് കത്തിച്ചു കളയോന്നുള്ള പേടി കൊണ്ടല്ല അല്ലേ? ദേ, എന്റെ വായിരിക്കുന്ന എന്തെങ്കിലും കാര്യമായ സംസാരത്തിലാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇല്ല, ആവണി പറയേ. ഒന്നുമില്ല മോളെ, എന്താ വന്നത് പറയ്. മായമ്മ ത്രിവേണിയായിട്ടുള്ള പ്രശ്നം മനസ്സിൽ വെക്കരുത് പ്ലീസ്. അയ്യോ മോളെ ആവണി, അങ്ങനെ എന്റെ മനസ്സിലൊന്നും ഇല്ല. പിന്നെ ഇടയ്ക്കിങ്ങനെ ത്രിവേണി ഓരോന്ന് പറയുമ്പോൾ ഞാൻ അറിയാതെ, അത്രേ ഉള്ളൂ. അതെനിക്ക് അറിയാം മായമ്മ, അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ഇനി അവൾ ഒരു പ്രശ്നത്തിനും വരില്ല. പിന്നെ ഇപ്പം പഠിച്ചിറങ്ങിയ കൊച്ചല്ലേ, കോളേജിലെ വൈബും കാര്യങ്ങളും ഒന്നും പോയി കാണില്ല. അതാ ഈ എടുത്തിയാട്ടമൊക്കെ. കറക്റ്റ്. ഈ കാര്യമാണ് ഞാനിപ്പോ മായോട് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ നോക്കിയത്. അല്ല, ഞാൻ പറയായിരുന്നല്ലോ, പ്രശ്നമൊന്നും വേണ്ട. ആവണി, മായമ്മ നിന്നെ ഒരു കാര്യത്തിലും വിഷമിപ്പിക്കൂല. നീ സങ്കടപ്പെടുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ ത്രിവേണിയുടെ ഇനി ഒരു പ്രശ്നത്തിനും പോവില്ല. സന്തോഷായില്ലേ? ത്രിവേണി മോളെ, ഒരു മിനിറ്റ് ഒന്നിങ്ങ വന്നേ. ത്രിവേണി, മായമ്മക്ക് മോളോട് ഒരു ദേഷ്യമില്ല. മോൾക്കും എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കരുത്. ആവണി പറഞ്ഞാ പിന്നെ ഞാൻ ഓക്കെയാണ്. എനിക്കൊരു പ്രശ്നമില്ല മായമ്മ. ശരി മായമ്മ, എന്നാ ഞങ്ങളെന്ന് അങ്ങോട്ട് ചെല്ലാം. നിങ്ങളെന്താ എന്നെ കളിയാക്കാണോ? ദേ, ഞാൻ ആവണിക്ക് വേണ്ടിയാ ഇതെല്ലാം ക്ഷമിക്കുന്നത്. അറിയാലോ. പിന്നെ എന്തിനാ നിങ്ങൾ കളിയാക്കാൻ വേണ്ടി പോയത്? ഇല്ലെന്ന് അറിയാ, ആവണിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് അറിയാലോ. അച്ഛനെന്താ കഴിക്കാൻ നേരത്തെ ഞങ്ങളെ വിളിക്കാനത്? വിളിച്ചിട്ടെന്തിനാ? ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു തരാൻ വേണ്ടി ഇവിടെ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന? ഞാൻ തന്നെയല്ലേ എല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെ. എന്റെ കാര്യം ആരും ശ്രദ്ധിക്കാൻ? ഞാൻ ഇവിടെ ഉണ്ടോന്ന് പോലെ ആരും നോക്കുന്നില്ല ഇവിടെ. ഇപ്പൊ എല്ലാരും ഒറ്റക്കെട്ട്, ഞാൻ മാത്രം ഒറ്റപ്പെട്ടു. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അച്ഛൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ? അച്ഛനറിയോ, അച്ഛന്റെ കാര്യം പറഞ്ഞ് ചെന്ന അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഭീഷണി. അതുപോലും വക വെക്കാതെ നിങ്ങൾ ഒന്നിപ്പിക്കാനാ ഞങ്ങൾ ശ്രമിക്കുന്നേ. ഞങ്ങൾ ഒന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നേ? അതൊക്കെ നടക്കുമ്പോഴേ അച്ഛന് മനസ്സിലായിക്കോളൂ. ഇപ്പൊന്നും പറയാൻ പറ്റില്ല. വെള്ളിച്ചൻ എന്തിനാ ഒറ്റക്കാവുന്നൊക്കെ ചിന്തിക്കുന്നേ? വെള്ളിച്ചനോട് മാളി ചേച്ചി ഉണ്ട്, അബി ഉണ്ട്, ഞാനുണ്ട്, സ്വന്തം അനിയനായ പ്രകാശനും ഉണ്ട്. മോഹനേട്ടന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മമ്മിയോട് നേരിട്ടൊന്ന് പറയാം. അച്ഛൻ നേരിട്ടൊന്ന് പറയാനോ? അവര് കുഞ്ഞമ്മി മോനാണെങ്കിലും അവരൊന്നിച്ച് കളിച്ചു പറഞ്ഞ ആൾക്കാരല്ലേ. ഒന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സത്യം, ഇതിനെ ഓർത്തില്ല. അച്ഛൻ വരട്ടെ,
അച്ഛനോട് പറയാം മായമയോട് നേരിട്ട് പോയി സംസാരിക്കാൻ. പക്ഷേ അതിൽ ഡൗട്ട് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാ ഡൗട്ടോ? എന്ത് ഡൗട്ട്? മമ്മി ഇങ്ങനെയാ പറഞ്ഞത്, അവന്റെ വക്കാലത്തും കൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട, അവനെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൻ നേരിട്ടൊന്ന് പറയട്ടെ എന്ന്. ഇതിനെന്താ കുഴപ്പം? പക്ഷെ ഈ ഡയലോഗിൽ കുഴപ്പമൊന്നുമില്ല, അടുത്ത ഡയലോഗിൽ ചെറിയ കുഴപ്പമുണ്ട്. അവന് പറയാനുള്ളത് പറയട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ ആരാണെന്ന്. എങ്ങനെയാ മമ്മി പറഞ്ഞ? ആ ഇതില് ചെറിയ കുഴപ്പമുണ്ട്. അതാണ് മമ്മി ആയതുകൊണ്ട് എന്താ മനസ്സിൽ ഉദ്ദേശിച്ചെന്ന് പറയാൻ പറ്റൂല. ആ നിങ്ങൾ ആലോചിച്ച എന്താന്ന് വെച്ചേ. ശരി ഏട്ടാ, വാ ചേച്ചി. അല്ല അവിടെ നിന്നേ, നിങ്ങള് ത്രിവേണിനെ എന്നെ സെറ്റാക്കെന്ന് പറഞ്ഞ കാരണം കൊണ്ടാ ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത്. അതൊക്കെ സെറ്റ് ആക്കാൻ ചേട്ടാ. സെറ്റാക്കിയാ മതി. പക്ഷെ ചേട്ടാ എനിക്കൊരു ഡൗട്ട്. എന്ത് ഡൗട്ട്? ചേട്ടാ ശരിക്കും സിൻസിയർ ആയിട്ടാണോ കുഞ്ഞമ്മയുടെ പറയാൻ നടക്കുന്നേ? നീ എന്ത് ചോദ്യമായിട്ട് ചോദിക്കുന്നേ? ഞാൻ സിൻസിയർ അല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇവിടെ കണ്ട അർജുനേട്ടനല്ല, ഇൻസ്റ്റേ കാണുന്ന അർജുനേട്ടൻ, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അതെന്റെ ഫ്രണ്ട്സ് ആണെന്ന്. എനിക്ക് ത്രിവേണിയോടുള്ളത് ട്രൂ ലവാ. നിനക്ക് തോന്നുന്നില്ലേ? തൽക്കാലം വിശ്വസിക്കാം. എന്തായാലും കുഞ്ഞമ്മയുടെ സിറ്റുവേഷൻ അറിയട്ടെ, എന്നിട്ട് പറയാം. ഓക്കെ ഓക്കെ ശരി ഏട്ടാ, പോട്ടെ. ശരി. നീ പിന്നെ പുതിയ വല്ല പ്രശ്നത്തിനും പോയോ? അല്ലേ ചേച്ചി, ഞാൻ എന്താ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ മാത്രം നിൽക്കുന്നതാ? എപ്പോ നോക്കിയാലും ഇതന്നെ പറയും. അല്ല, നിന്റെ സ്വഭാവം അറിയാവുന്നോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഒരു പ്രശ്നത്തിനും പോയില്ല. പിന്നെ അർജുൻ നിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്തോ? ചേച്ചിക്ക് എന്നെ തീരെ വിശ്വാസം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെ റൂമിലിട്ട് അങ്ങ് പൂട്ടിയിടും. നീ എന്റെ അനിയത്തി ആയതുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറയുമല്ല. നിന്നെ റൂമിലിട്ട് പൂട്ടിയാലും ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ നീ ഉണ്ടാക്കിയിരിക്കും. എന്തുവാ ചേച്ചി? ഏട്ടത്തി, എന്താടാ? ഏട്ടത്തി കരുന്നത് പോലെ ജോലി കളയിപ്പിച്ചത് മോനെണ്ണ അല്ലെങ്കിലോ? കൊള്ളാടാ, നീയും ആ പിള്ളേരുടെ കൂടെ മാറിയെന്ന് രഹസ്യം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ നീ ഇതും പറഞ്ഞോണ്ട് വരുമെന്ന്. നന്നായിട്ടുണ്ട്. അതല്ല ഏട്ടത്തി, ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടാണെങ്കിലോ? ഒരു തെറ്റിദ്ധാരണയും ഇല്ല, ശരിയായ ധാരണ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ, അതാ ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റിദ്ധാരണ ഇനി അത് അങ്ങനല്ലാന്ന് എൻ്റെ പുറകെ നടന്ന് ആരൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കാനും പോകുന്നില്ല. സത്യം എന്താന്ന് എനിക്കറിയാം. എന്താ അങ്ങനെ അല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഓ, കണ്ടില്ലല്ലോ എന്ന് ഇപ്പൊ കരുതിയതേ ഉള്ളൂ. എന്തോ പറ്റി അമ്മ? ദേ, നിങ്ങളുടെ കൊച്ചച്ഛൻ നിങ്ങളുടെ അച്ഛൻ നിരപരാധിയാണെന്ന് പറഞ്ഞോണ്ട് വന്നിരിക്കുക. അമ്മ ഇതിനെ ഞങ്ങളെ നോക്കുന്നേ? ഞങ്ങള് പറഞ്ഞിട്ടൊന്നുമല്ല കൊച്ചച്ച വന്നത്, അല്ലേ കൊച്ചച്ച? അല്ല ഏട്ടത്തി, ഇവര് പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ വന്നേ. എനിക്കൊരു സംശയം തോന്നിട്ട് ചോദിച്ചതാ. എന്താ, എന്തേലും പ്രശ്നമുണ്ടോ? അഞ്ജു, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? അതെന്ത് ചോദ്യം ഏട്ടത്തി? ഞാൻ ഏട്ടത്തിയോട് കള്ളം പറയോ? ഏട്ടത്തി ചോദിച്ചോ? ഇവനിപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോഹനേട്ടൻ നിരപരാധിയാണെന്ന്. ഓ, അത് ഈ പിള്ളേര് പറഞ്ഞിട്ടാണോന്ന് ഏട്ടത്തി ഇവരോട് ചോദിച്ചു. അല്ല, അന്ന് ഇവര് പറഞ്ഞു. പക്ഷെ ഏട്ടത്തിക്ക് സത്യം അറിയണം, ഇത്രയല്ലേ ഉള്ളൂ. എന്നാ ഏട്ടത്തിക്ക് ഒരു സംശയവും വേണ്ട. ദാ ഈ പിള്ളേര് പറഞ്ഞിട്ട് തന്നെയാ പ്രകാശേട്ടന് ഈ സംശയം ഉണ്ടായത്. കുഞ്ഞമ്മ വെറുതെ പറയണമ്മ. ഏട്ടത്തി കണ്ടില്ലേ, കണ്ടില്ലേ അവരോട് പോയത്? ഇനി എന്തെങ്കിലും സത്യം ഏട്ടത്തിക്ക് അറിയണോ? മതി അഞ്ജു, ഇനിയൊന്നും അറിയണ്ട. എടാ, മാറിയോ നിന്റെ സംശയം? സംശയമൊക്കെ മാറി. അതെ,
ഒന്നിങ്ങോട്ട് വന്നേ. നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഈ പിള്ളേരെ കൂട്ടുപിടിക്കുന്ന പരിപാടി നിർത്താറായിട്ടില്ലേ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളോട് പല ആവർത്തി പറഞ്ഞു എന്നെ എൻ്റെ വഴിക്ക് വിടാൻ. ഇനി ഇതും പറഞ്ഞ് പിള്ളേരെൻ്റെ മുന്നിലേക്ക് വരരുത്. എന്താണ് നീ കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്. പിള്ളേരെ പറഞ്ഞു വിടാൻ പാടില്ല, എനിക്ക് നിന്റെ അടുത്തോട്ട് വരാൻ പാടില്ല. നിന്റെ അടുത്തേ ഞാൻ പല തെറ്റുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതില്ലാന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. അതൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. അതൊക്കെ ആ സമയത്ത് പറ്റിപ്പോയതാണ്. അവണേ, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ ജോലി കളഞ്ഞത് ഞാനല്ല. അത് നീ വിശ്വസിക്കുന്നവരെ ഞാൻ പറഞ്ഞോണ്ടേയിരിക്കും. പിള്ളേർക്ക് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവർക്ക് വിശ്വാസമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ നിന്റെ അടുത്ത് വന്ന് പറയണത്. എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ തെളിയിക്കും. നിനക്ക് വിശ്വാസം വരുന്നവരെ ഞാൻ തെളിയിക്കും. നിന്റെ ജോലി കളഞ്ഞത് ഞാനല്ല. ത്രിവേണി പറഞ്ഞു. എന്താ അറിയേണ്ടത്? ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ മുൻവിധി ഇല്ലാതെ വന്ന സത്യം പറയാന്ന്. എന്താ ചേട്ടൻ പറയാനുള്ളേ? പറ. ത്രിവേണി, ഞാൻ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഞാനല്ല ചെയ്തത്. ആവണിയുടെ ജോലി കളഞ്ഞത് ഞാനല്ല. അത് നിങ്ങളൊന്ന് വിശ്വസിക്കേ. ചേട്ടനല്ല ചെയ്തത് ഞാൻ വിശ്വസിച്ചു നോക്ക്. പിന്നെന്തിനാ ചേട്ടൻ ഒരു കാരണമില്ലാതെ ചേച്ചിയെ കാണാൻ ഓഫീസിൽ പോയേ? ത്രിവേണി, ഞാൻ ഇവിടെ ഇരുന്നപ്പോ ഞാൻ ആവണിയോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചു. അത് ഓർത്ത് എനിക്ക് വല്ലാതെ വിഷമമായി. അപ്പൊ എനിക്ക് അവളെ കാണാൻ തോന്നി. അങ്ങനെ ഞാൻ ഓഫീസിൽ പോയതാ. ചേട്ടാ, എത്ര മുൻവിധിയോടുകൂടി വന്നാലും ചേട്ടൻ ഇപ്പൊ പറഞ്ഞ കാര്യമല്ലേ, അതാരും വിശ്വസിക്കില്ല. ഇതന്നെ ഞങ്ങളും അച്ഛനോട് പറഞ്ഞത്. വിശ്വസിക്കാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ചേട്ടൻ പറ. ത്രിവേണി, ഇത് ഞാനാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് ഓടി ഒളിച്ചാ പോരെ. പിന്നെ ഞാൻ എന്തിനാണ് ആ ഓഫീസിൽ ഇതിനൊക്കെ അടിച്ചു തൂങ്ങി നിന്നത്? ആവണി വരുന്നതിന് മുമ്പേ ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ ആവണി എന്നെ സംശയിക്കും. അതച്ഛൻ പറഞ്ഞ കറക്റ്റ് പോയിന്റാ. ഈ ഐഡിയ ചേട്ടൻ മനഃപൂർവ്വം ഉപയോഗിച്ചാണെങ്കിലോ? എങ്ങനെ? ചേട്ടൻ ഒന്നും അറിയാത്ത പോലെ ഓഫീസിൽ പോയി ചേച്ചിയോട് സംസാരിക്കുന്നു. സംസാരിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോ വിജിലൻസ് വന്ന് ചേച്ചി പിടിക്കുന്നു. ചേട്ടൻ നിരപരാധിയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പറഞ്ഞ ഈ ഐഡിയ ചേട്ടൻ ഉപയോഗിച്ചാണെങ്കിലോ? എന്തെങ്കിലും പറയാച്ചാ. അപ്പൊ അച്ഛനൊന്നും പറയാനില്ലേ? പറയട്ടാ, ചേട്ടൻ ഇതൊന്നും ചെയ്തില്ല എന്ന് വിശ്വസിക്കാൻ പാകത്തിനൊരു തെളിവുതാ. ഞാൻ പൈസ വെക്കണത് ആവണി കണ്ടു എന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ആവണി എന്നെ ഒന്നും ചെയ്തില്ല. ഞാൻ പൈസ വെക്കുന്നത് ആവണി കണ്ടെങ്കിൽ അവൾ എന്തിനെടുക്കാൻ പോയത്? അങ്ങനെ അവള് കണ്ടെങ്കിൽ അവൾ എന്നെ അടിച്ചു ഓടിക്കുകയല്ലേ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ വിജിലൻസിനെ കൊണ്ട് എന്നെ പിടിപ്പിക്കണം അല്ലേ? അവൾ അതൊന്നും ചെയ്തില്ല. ശരിയാണല്ലോ. എന്താ ചെയ്യായിരുന്നേ? ഇപ്പൊ നിനക്ക് എന്നെ വിശ്വാസം വന്നോ? ചെറുതായിട്ട്. നേരത്തെ പറഞ്ഞ രണ്ട് കാര്യം പോലെയല്ല, ഇതിൽ കുറച്ച് ലോജിക് ഉണ്ട്. ചേട്ടൻ പൈസ വെച്ചത് ചേച്ചി കണ്ടെങ്കിൽ ചേട്ടൻ എന്തായാലും ഇവിടെ ഇരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. അതാണ് ത്രിവേണി ഞാൻ പറഞ്ഞത്. ഇത് ചെയ്തതൊന്നും ഞാനല്ല. എന്തായാലും ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ കേട്ടോ. കണ്ടോ, ഇപ്പൊ കുഞ്ഞമ്മയ്ക്ക് വിശ്വാസമായോ? എന്നാ ശരി കേട്ടാ. എന്തായാലും ഇതൊന്നും ചേച്ചി അറിയണ്ട. പ്രകാശനം അറിയണ്ട. അല്ല, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അത് പറഞ്ഞ എനിക്ക് തന്നെ നാണക്കേട്. അത് വിട്. ശരി കേട്ടാ.
ത്രിവേണി, ഏട്ടൻ എന്താ പറഞ്ഞത്? ഒരു കാര്യം പ്രകാശേട്ടനോട് പറയരുതെന്ന് പറഞ്ഞു. അല്ല പ്രകാശേട്ടാ, ഇവിടെയുള്ള എല്ലാവർക്കും പ്രകാശേട്ടനെ ഭയങ്കര വിശ്വാസാ. പിന്നെ മോഹനേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? അതാ എനിക്ക് മനസ്സിലാവാതെ. അതിനൊരു കാരണം ഉണ്ടെന്ന് കൂട്ടിക്കോ. അതെന്തായാലും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അല്ല, ശരിക്കും ഏട്ടൻ എന്താ പറഞ്ഞത്? മോഹനേട്ടനല്ല ചേച്ചിയുടെ ജോലി കളഞ്ഞെന്നാ പറയണേ. ഞാൻ വേറെ 1-2 കാര്യം കൂടെ ചോദിച്ചു, പക്ഷെ അതിന് തന്ന ഉത്തരവൊന്നും അത്ര കറക്റ്റ് അല്ല. പക്ഷെ മോഹനേട്ടൻ അവസാനം പറഞ്ഞ കാര്യം അതില് ശരിയുണ്ടെന്ന് എനിക്ക് തോന്നണേ. അതുകൊണ്ട് സത്യം അറിഞ്ഞാൽ കൊള്ളാന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇത് ഏട്ടത്തി പറഞ്ഞ പിന്നെ പ്രശ്നമാവില്ലേ? ചേച്ചി അറിഞ്ഞാൽ പ്രശ്നമാവും. എന്തായാലും എന്നോടൊന്ന് പറഞ്ഞുവിടുകയും ചെയ്യും. അതുകൊണ്ട് 100% തെളിവ് എൻ്റെ കൈ കിട്ടിയിട്ട് ഞാൻ ചേച്ചിനോട് കാര്യം പറയുള്ളൂ. അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാ നല്ലത്. മോഹനേട്ടൻ പല ആവർത്തി പറഞ്ഞ കാര്യമാണ് ചേട്ടനെ വിശ്വസിക്കരുതെന്ന്. ഈ കാര്യത്തിൽ ചേട്ടനെ വിശ്വസിക്കാൻ പറ്റുമോ? എന്നെ വിശ്വസിക്ക, എനിക്ക് സത്യം അറിയണ്ടേ? ഞാൻ കുറച്ചു നേരം പുറത്തോട്ട് വന്നപ്പോ ഇവിടെ എന്താണ് സംഭവിച്ചേ? അബി, നീ എന്തിനാ വിഷമിക്കുന്നേ? ഇവിടെ ആരും വിശ്വസിക്കാൻ കൊള്ളില്ല ചേച്ചി. അതെന്താ? നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? നിനക്ക് വഴക്കേടെ ഇവിടെ 5 കുഞ്ഞമ്മയില്ല, ദേവും ഇല്ല. പിന്നെ ആരാ? ആ ത്രിവേണി കുഞ്ഞമ്മ. ത്രിവേണി കുഞ്ഞമ്മയോ? എന്താ പറഞ്ഞേ? കുഞ്ഞമ്മ കുഞ്ഞമ്മ ഇവനെ വഴക്ക് പറഞ്ഞോ? പിന്നെ വഴക്കല്ല പറയണ്ടേ, നീ എന്ത് മണ്ടനാടാ? കുഞ്ഞമ്മ കൊച്ചിനെ വീണ്ടും വഴക്ക് പറഞ്ഞോണ്ടല്ലോ, എന്താ കാര്യം? എടി, നിന്റെ അച്ഛൻ എന്നോട് കുറച്ച് കാര്യം പറഞ്ഞു. എന്ത് കാര്യം? ചേച്ചിയുടെ ജോലി കളഞ്ഞ നിന്റെ അച്ഛനല്ലാന്ന്. അതെനിക്ക് വിശ്വാസമായി. കുഞ്ഞമ്മയ്ക്ക് വിശ്വാസായോ? വിശ്വാസമായോന്ന് ചോദിച്ചാ ഒരു 60% വിശ്വാസമായി. പിന്നല്ല, സൂപ്പർ. കുഞ്ഞമ്മ ബാക്കി പറ. എടി, ഞാൻ ഒരു 100% ഉറപ്പായതിനു ശേഷം ചേച്ചിനോട് പറയാന്ന് വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് ഇവൻ കയറി വന്ന് അച്ഛന് വിശ്വാസമായോന്നൊക്കെ ചോദിച്ചത്. അതും ചേച്ചിയുടെ മുമ്പിൽ വെച്ച്. അപ്പൊ തന്നെ ഇവര് ഇടി കൊടുക്കണ്ടായിരുന്നോ കുഞ്ഞമ്മ? ഇടി കൊടുക്കണ്ടേ ആയിരുന്നു. ഞാൻ അപ്പൊ തന്നെ അവിടുന്ന് ഓടിച്ചിട്ട് ചേച്ചിനോട് ഒരു 100 കള്ളം പറഞ്ഞ അവിടെ പിടിച്ചത്. എടാ, നിനക്ക് അറിഞ്ഞൂടെ അച്ഛന്റെ ഒരു കാര്യം പറഞ്ഞ അമ്മയുടെ അടുത്ത് ചെല്ലുന്ന നമുക്ക് ഇഷ്ടമല്ലാന്ന്? പിന്നെന്തിനാ നീ ഇങ്ങനൊക്കെ ചെയ്തേ? ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല ചേച്ചി, സോറി. അതൊന്നും സാരമല്ല. അതെ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ അമ്മേനെ എനിക്ക് നല്ല പോലെ അറിയാവുന്നോണ്ടാ പറയണേ. നിങ്ങളുടെ അച്ഛൻ നിരപരാധിയാൻ തെളിയിക്കുന്ന തെളിവുണ്ടെങ്കിൽ മാത്രമേ ചേച്ചിയുടെ അടുത്തേക്ക് പോവുള്ളൂ. ചേച്ചിക്ക് ഒരു അക്ഷരം തിരിച്ചു പറയാനുള്ള സ്പേസ് ഉണ്ടാവരുത്, എന്നാലേ ചേച്ചി വിശ്വസിക്കൂ. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. എന്നാലും കുഞ്ഞമ്മയ്ക്ക് വിശ്വാസമായില്ലോ, അത് മതി. വിശ്വാസമൊക്കെ ആയി. പക്ഷെ നിങ്ങളുടെ അച്ഛൻ ചേച്ചി ജോലിക്ക് വിടാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്നാ ചേച്ചി പറയണേ. അത് മനസ്സിലാക്കാൻ എന്റെ ചേച്ചി 15 വർഷം എടുത്തു. കുഞ്ഞമ്മ, അച്ഛൻ എന്നോട് കള്ളം പറയില്ല. നിന്റെ അച്ഛൻ നിന്നോട് ഇതുവരെയും കള്ളം പറഞ്ഞിട്ടില്ലേ? അങ്ങനൊക്കെ ചോദിച്ചാ 1-2 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഓ, അത് ശരി. അപ്പൊ നിങ്ങളുടെ അച്ഛനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? കുഞ്ഞമ്മ, തൽക്കാലം വിശ്വസിക്കേ. എന്താ അവിടെ പരിപാടി? മാളു, നീ എപ്പോഴാ വന്നേ? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളമ്മ. എന്താ ഒരു ചർച്ച? ഒന്നുമില്ല ചേച്ചി, ഞാൻ ഇവനെ ഒരു ഡോസ് കൊടുത്തതാ. ദേ, ഞാൻ ഒരു കാര്യം പറയാം. മേലെ നിങ്ങളുടെ അച്ഛന്റെ കാര്യം പറഞ്ഞ എന്റെ അടുത്തേക്ക് വന്നേക്കരുത്, മനസ്സിലായാ? മാളു, പിന്നെ തുടങ്ങിയോ നിങ്ങള്? ഞങ്ങൾ അമ്മയുടെ അടുത്ത് ഒന്നും പറഞ്ഞു വന്നിട്ടില്ലല്ലോ. പിന്നെന്താ അമ്മ? ഒന്നുമില്ല. ഒന്നും ഇല്ലാതിരുന്നാ കൊള്ളാം. ദേ, തെളിവ് കിട്ടുന്നവരെ ചേച്ചിയുടെ മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും തരൂല, കേട്ടാ? കുഞ്ഞമ്മ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. വല്ലാതെ ഡിസ്റ്റർബ് പോയി അല്ലേടാ? ചേച്ചി, ഞാൻ എന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും ഞാൻ ഒന്നും മിണ്ടില്ല. ഞാൻ നിങ്ങളെ നോക്കി നടക്കായിരുന്നു. എന്താട്ടാ? നിങ്ങളുടെ അച്ഛനമ്മയെ ഒന്നിപ്പിക്കാനായിട്ടേ നല്ലൊരു കിടിലൻ ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതുവഴി ഞാൻ ത്രിവേണി ഒന്നിക്കും. പറയട്ടെ? വേണ്ട. വേണ്ടേ? അതെന്ത് പറ്റി?
അച്ഛനല്ല അമ്മയുടെ ജോലി കളഞ്ഞതെന്ന് കുഞ്ഞമ്മയെ വിശ്വസിപ്പിക്കുന്ന ഐഡിയ അല്ലേ? അതെ, ഇത് വർക്കൗട്ടായ ത്രിവേണി എന്തായാലും വിശ്വസിക്കും മോഹനേട്ടൻ ഇന്നസെന്റ് ആണ്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത് കാര്യം? കുഞ്ഞമ്മ എന്താ ചേട്ടനെ തിരിഞ്ഞു പോലും നോക്കാത്തേന്ന്. അതെന്താടെ അങ്ങനെ ഒരു ഡോക്ക്? എന്റെ അർജുൻ ചേട്ടാ, കുഞ്ഞമ്മയ്ക്ക് മനസ്സിലായി അച്ഛൻ നിരപരാധിയാണെന്ന്. അതെപ്പോ? കുറച്ചു മുമ്പ്. അതെങ്ങനെ ശരിയാവും? ഞാൻ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നല്ലേ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ഇനി എന്തായാലും ചേട്ടന്റെ ഒരു സഹായം ഈ കാര്യത്തിന് വേണ്ട. പിള്ളേരാണ് നോക്കില്ല കേട്ടോ, ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ത്രിവേണിക്ക് വേണ്ടി സ്വന്തം അമ്മനെ ചതിക്കാന്നാണ് ഞാൻ. അത് നിങ്ങൾ മറക്കരുത്. അയ്യോ, സ്വന്തം അമ്മയെ ചതിക്കുകയെന്നോ? ഇന്നലെ കണ്ടൊരു പെണ്ണിന് വേണ്ടി സ്വന്തം അമ്മയെ ചതിക്കുന്ന അഭി നോക്കടാ. സ്വന്തം അമ്മയെ ചതിക്കുന്ന മോശം, വളരെ മോശം. വളരെ മോശം ചേട്ടാ, വളരെ മോശം. പിള്ളേരെ ഇതൊന്നും ശരിയല്ല കേട്ടോ. അല്ല എനിക്ക് തന്നെ വേണം. ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ കുഞ്ഞമ്മയുടെ പുറകെ നടന്നാ ഞങ്ങൾ അമ്മയോട് പറയും. പിന്നെ അറിയാലോ എന്താ നടക്കുന്നേന്ന്. എന്തായാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ചേട്ടന്റെ ആവശ്യം വേണ്ട. അതുകൊണ്ട് ചേട്ടൻ പോയി ജോലി. എന്താണ് എവിടെ നിൽക്കണേ? ഒന്നില്ല പ്രകാശേട്ടാ. എന്നാ ശരി, ഞാൻ പുറത്തു പോയിട്ട് വരാം. പോലെ ഞാൻ പറയട്ടെ. നീയല്ലേ പറഞ്ഞു ഒന്നും പറയാല്ലോ. ഒന്നും പറയില്ല എന്ന് പറഞ്ഞാ അപ്പൊ തന്നെ അങ്ങോട്ട് പോവാണോ? എന്നാ പറയ്. ഇത്ര ദിവസം വരെ ത്രിവേണ്ട മനസ്സ് മാറുന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഇന്നത്തോടെ അതും പോയി. അതെന്ത് പറ്റി നിനക്ക് ഇപ്പൊ അങ്ങനെ തോന്നാൻ? സത്യം നിലയ്ക്കാൻ വേണ്ടി അമ്മേനെ ഒറ്റ കൊടുക്കണ പിള്ളേര് പറഞ്ഞപ്പോ ഞാൻ അവരൊപ്പം നിന്നതാ. ത്രിവേണ്ട കാര്യത്തിൽ അവരെ തിരിച്ച് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പതേ ഒരു കാലം മാറി. ബെസ്റ്റ്. നിന്റെ സമയദോഷം അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? പ്രകാശേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഓ, ഞാൻ പോണായിരിക്കും. ആ, മനസ്സിലായല്ലോ. എന്നാ പിന്നെ പോയിക്കൂടെ? അങ്ങനെ ഇപ്പൊ ഞാൻ പോണില്ല. നീ ഒരു കാര്യം പറയാൻ വേണ്ട. ഇവന് പറഞ്ഞോ, ഏട്ടനെ ഏട്ടത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടി സ്വന്തം അമ്മയെ വരെ ഒറ്റിക്കൊടുക്കാൻ റെഡിയാവനോ? ഇവനെ എന്തായാലും വിശ്വസിക്കുക. ഇതൊക്കെ ഞാൻ ത്രിവേണിക്ക് വേണ്ടി ചെയ്യുന്നത്, അത് മറക്കരുത്. ഇയാൾ ഇയാളുടെ അമ്മ ഒറ്റിക്കൊടുക്കോ അച്ഛൻ ഒറ്റിക്കൊടുക്കോ എന്താ വെച്ച് ചെയ്യും. അതിന് എനിക്കെന്താ? പ്രകാശേട്ടാ, പൈസ വെച്ച ആളെ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? എന്തായാലും ചേച്ചി കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് വിജിലൻസിന് പരാതി കൊടുത്ത ഒരാൾ കാണൂലേ? അയാൾ ആരാന്നറിയാൻ നമുക്ക് പറ്റൂലേ? അയാളെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് മായമയാണോ ചെയ്ത മോഹനേട്ടനാണോ ചെയ്തെന്ന് നമുക്ക് അറിയാൻ പറ്റും. അല്ല, ഓഫീസിൽ CCTV ഇല്ലേ? CCTV ഇല്ലാത്തോണ്ടല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നേ. ഓഡിയോ ഒന്ന് ഐഡിയ പറയണ കേട്ടാ തോന്നും വിജയൻസിയാളെ തറവാട് സ്വത്താണ്. അങ്ങനെ ചെന്ന് ചോദിച്ചാലൊന്നും അവർ ഡീറ്റെയിൽസ് ഒന്നും തരാൻ പോണില്ല. ഈ കോളേജിൽ പോയി പഠിച്ചിട്ട് വിവരം ബുദ്ധിയൊന്നും ഇല്ല അല്ലേ? ഇപ്പൊ അയാളെ കണ്ടെത്തി തന്നെ വെക്കാം. അയാൾ പറയണ മോഹനേട്ടനാണ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? എന്നാ സ്പോട്ടിൽ ഞാൻ മോഹനേട്ടനെ തട്ടും. എന്താ ത്രിവേണി പറയുന്നേ? താൻ ഒരാൾക്കൊന്ന് ജയിലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങനെ കല്യാണം കഴിക്കും? എന്നൊരു കാര്യം ചെയ്യും, താനൊരു കൊല ചെയ്യും, എന്നിട്ട് ജയിലിലേക്ക് വാ. അപ്പൊ അവിടെ വെച്ച് കാണാലോ. എന്റെ പൊന്ന് ത്രിവേണി, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ സ്ഥല ജയിലില്. ഇത് ഇത്ര മണ്ടിയായി പോയല്ലോ. അതെ, ഇനി ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം പറയാം. ഈ ഓഫീസിലെ CCTV ഇല്ലാത്തത്, അതിൻ്റെ അടുത്ത് കടകളിലും ബിൽഡിങ്ങിലൊക്കെ CCTV കാണൂലേ? നമ്മൾ ഈ എല്ലാ സ്ഥലത്തും നോക്കണം. പൈസ വെച്ച ദിവസവും അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലും ഓഫീസിൽ വന്നുപോയ ആളുകളുണ്ടാവുമല്ലോ, അതിൽ സംശയം തോന്നുന്ന ആൾക്കാരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. നല്ല ഐഡിയ. അതിലെന്തായാലും മോഹനേട്ടൻ പറഞ്ഞാണ്, അതുപോലെ മമ്മി പറഞ്ഞിട്ടുണ്ടോ നമുക്ക് നോക്കണം. പക്ഷെ ഇത് നല്ല പണിയല്ലേ? ആവശ്യം നമ്മുടെ അല്ലേ, നമ്മളപ്പോൾ കഷ്ടപ്പെടണം. കുറച്ച് കഷ്ടപ്പെട്ടാലേ നടക്കൂ. ആകെ ഇതേ ഒരു വഴിയുള്ളൂ. ചേട്ടന് കാര്യം മനസ്സിലായി. ഇതുപോലെ കുറേ ഐഡിയാസ് എൻ്റെ കയ്യിലുണ്ട്. എന്നെ പരിഗണിച്ച
ഞാൻ ഇതേപോലെ നല്ല നല്ല ഐഡിയാസ് പറഞ്ഞുതരാം. താ ഒന്ന് പോയേ പ്രകാശ് ഏട്ടാ, ഇവൻ പറഞ്ഞ ഐഡിയ ഉള്ള അതൊന്നും നമുക്ക് നോക്കാം. നോക്കാം നമുക്ക്. ഞാൻ എന്തായാലും ഒന്ന് പുറത്തു പോയിട്ട് വരട്ടെ. ആ എൻ്റെ ഐഡിയ കൊള്ളാം. ഞാൻ കൊള്ളൂല അല്ലേ? ഇല്ല. എന്നെ കൂടെ കൂട്ടണോ? ഞാൻ ഇതേപോലെ നല്ല ഐഡിയാസ് പറഞ്ഞുതരാം. അയ്യോ വേണ്ടേ, ഐഡിയ പറഞ്ഞുതരാ വന്നേക്കുന്നു. എന്നാ ഞാൻ എൻ്റെ ചേച്ചിയോട് പറയും, നിങ്ങളെല്ലാരും കൂടി സത്യനിലേക്ക് ഇറങ്ങിയേക്കാന്ന്. ആഹാ, നീ പറയോ? പറയും. അടിച്ചതിന് പല്ല് താഴെയിടും. എത്ര പല്ലടിച്ചു വേണേ താഴിട്ടോ, പക്ഷെ എന്നെ കൂടി പരിഗണിക്കണം. അർജുൻ, എന്താ ഇവിടെ? ഇതിലൊന്നും ചേച്ചി, ഞാൻ ത്രിവേണിനെ കണ്ടപ്പോ നിനക്ക് എവിടെ ജോലി കിട്ടിയല്ലേ? നിനക്ക് പോകാറായില്ലേ? ആ ഞാൻ പോവാണ്. ഇവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യരുതെന്ന് പലതവണ ഇവള് നിന്നോട് പറഞ്ഞല്ലേ? അല്ലേ? അവള് താല്പര്യം ഇല്ലാന്ന് ഇത്രയും വട്ടം പറഞ്ഞിട്ടും പിന്നെ നീ എന്തിനാ അവളുടെ പുറകെ നടക്കുന്നത്? അത് ഭയങ്കര ബോറാ അർജുൻ, നിനക്കത് തോന്നില്ലേ? ഇപ്പൊ ഈ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല. അർജുനായിട്ട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുത്, മനസ്സിലായോ? നടക്കടി. എടി, ഇതാണോ നീ എല്ലാം മാനേജ് ചെയ്യുന്നു പറഞ്ഞത്? അതിനിപ്പോ എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായേ? പ്രശ്നമൊന്നും ഉണ്ടായില്ലേ? ഇപ്പൊ ഞാൻ കണ്ടോണ്ട് വന്നതാ. ചേച്ചി, ആണുങ്ങളാവുമ്പോ പെൺകുട്ടികളുടെ പുറകെ നടന്നൊക്കെ വരും. അത് നടന്നോട്ടെ, ഇത് അതുപോലല്ല. അവൻ നിന്നോട് പെരുമാറുന്നൊക്കെ കാണുമ്പോ ഇതങ്ങനെ വെറുതെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ, അതെനിക്കും തോന്നുന്നില്ല. അവൻ സീരിയസ് ആണെന്നാ തോന്നണേ. എടി, ഇതെങ്ങാനും മായമേ അറിഞ്ഞാലുണ്ടല്ലോ. ഇതൊക്കെ ആ മായം അറിഞ്ഞപ്പോഴാ അന്ന് അവൻ വന്ന് കുറെ ഷോ ഇറക്കിയിട്ട് പോയത്. എന്നിട്ട് അതൊക്കെ അവൻ വന്ന് എന്നോടും പറഞ്ഞു. എടി, ഈ വീട്ടിൽ എന്തൊക്കെയാ അടി നടക്കുന്നത്? ഞാൻ മാത്രമേ ഇതൊക്കെ അറിയാതുള്ളൂ. ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും എടുത്ത് വെക്കണ്ട. ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിപ്പോ നീ ഉണ്ടാക്കിയില്ലേലും അവൻ ആ പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിലും എല്ലാം കറങ്ങി തിരിഞ്ഞ് നിന്റെ തല തന്നെ വരില്ലേ? എന്റെ വായിൽ നാക്കല്ലേ കിടക്കണേ, ഞാനും വാ തുറന്ന് കാര്യം പറയും. എന്നാലും എനിക്ക് എന്തൊരു ഞാനിപ്പോ ഇവിടുന്ന് പോണെന്നാണെങ്കിൽ ഞാൻ പോയിക്കോളാം. അതല്ലേ നല്ലത്. ചേച്ചി, ആണുങ്ങൾ പുറകെ കിടക്കുന്നു പറഞ്ഞ് പെണ്ണുങ്ങൾ ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരം കാണും. അതൊക്കെ അതിന്റെ വഴിക്ക് വിട്ടേക്ക് ചേച്ചി. അത് വിട് ചേച്ചി. ഞാൻ ചെറിയൊരു സംശയം ചോദിക്കട്ടെ? ചോദിക്ക്. നീ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാണല്ലോ ഇവിടെ നിൽക്കുന്നത്. ശരിക്കും അതിന് തന്നെ ആണോടെ? അയ്യേ, ചേച്ചി എന്നെ ഇങ്ങനെയാണോ കണ്ടേക്കുന്നേ? ഞാനിവിടെ നിൽക്കുന്നേ എന്റെ ചേച്ചിക്ക് വേണ്ടി തന്നെയാ, അല്ലാണ്ട് വേറെ ഒരു ഉദ്ദേശം എനിക്കില്ല. ഇല്ലേ, കൊള്ളാം. എന്തോ നോക്കുന്നേ? ഇതെനിക്ക് നോക്കാൻ പാടില്ലേ? അങ്ങനെ ഇപ്പൊ നോക്കണ്ട. കൊള്ളാം, സോപ്പിടുന്നൊക്കെ കൊള്ളാം. ഇതോടെ ചിരിക്കുന്നത്? എനിക്ക് ചിരിക്കാനും പാടില്ലേ? നിന്റെ ചിരി കുറച്ച് കൂടുന്നുണ്ടോ എന്നുള്ളതാ എന്റെ സംശയം. നല്ലതും തോന്നും. പ്രായത്തിന്റെ. ആരുടെ പ്രായത്തിന്റെ? ആ, അയ്യോ, ഉറങ്ങുവാണോ? ഇവിടെ എല്ലാരും അച്ഛനും അമ്മ ഒന്നിപ്പിക്കാനുള്ള ഓട്ടത്തില്ല. അപ്പോഴാ അച്ഛൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നേ. ഒരു ബക്കറ്റ് വെള്ളം കുഴി ഒഴിച്ചാലോ? വേണ്ടടാ, ഒരു ബക്കറ്റ് മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചെന്നെ കത്തിക്ക്. ഒട്ടും കുറക്കാൻ നിക്കണ്ട. അത് ശരി, അച്ഛൻ ഉറങ്ങിയില്ലേ? എടാ, കുറച്ചു നേരം മനുഷ്യന് കണ്ണടച്ചൊന്ന് സമാധാനത്തോടെ കിടക്കാൻ സമ്മതിക്കൂലേ? അച്ഛൻ കിടക്കല്ലേ, ഇപ്പൊ വിശ്രമിക്കാനുള്ള സമയമല്ല. നമ്മളെല്ലാരും ഒറ്റക്കെട്ടിട്ട് നിൽക്കുന്ന സമയാ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് എന്താണ്? അച്ഛന് നിരപരാധിത്വം തെളിയിക്കാനേ ഞങ്ങൾ മാത്രമല്ല, ത്രിവേണിക്കുഞ്ഞമ്മയും കൊച്ചച്ഛനും ഉണ്ട്. പ്രകാശന? ആണേ, കൊച്ചച്ചായന്റെ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയിക്ക. ഓ, എന്നെ ഒറ്റ കൊടുക്കാനായിരിക്കും. ഒറ്റ കൊടുക്കാനോ? ആർക്ക്? അച്ഛൻ എന്തൊക്കെയാ അച്ഛൻ പറയുന്നേ? ഇവിടെ ഇനി പല പല പദ്ധതികളും പ്ലാൻ ചെയ്യും. അതിനെല്ലാത്തിനും അച്ഛൻ കൂടെ നിൽക്കണം. എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് അവസാനം ആവണ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവോ?
അതെന്താച്ചാ അങ്ങനെ ഒരു ടോക്ക്? അപ്പൊ അച്ഛനും അമ്മയ്ക്ക് കോംപ്രമൈസ് ആവണ്ടേ? എനിക്ക് ആ പ്രതീക്ഷയൊക്കെ പോയടാ. ഷേ നെഗറ്റീവ് ആവല്ലേ അച്ഛാ, എല്ലാം ഓക്കെ ആവും. മാളു കുഞ്ഞമ്മ, നമ്മളെല്ലാരും ഫുൾ പവറിൽ അച്ഛനെ അമ്മയെ ഒന്നിപ്പിക്കാൻ നോക്കുമ്പോ അച്ഛൻ പറ അച്ഛന്റെ പ്രതീക്ഷയെല്ലാം പോയെന്നാ. ഏട്ടൻ എന്തിനാ പേടിക്കണേ? ധൈര്യമായിട്ടിരിക്ക്. ത്രിവേണി, പിന്നെ എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. 10-15 വർഷം എന്റെ ചേച്ചി പഠിച്ചോണ്ടിരിക്കല്ലായിരുന്നു നിങ്ങള്. ഇനി നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കണ? എന്താടി കാര്യം? ഒന്നുമില്ല ചേച്ചി, ഇതൊക്കെ ഞാൻ ഡിലേ ചെയ്തിട്ടുണ്ട്. നീ വാ. ഇവിടെ ഇത്ര പെട്ടെന്ന് കാര്യം അറിയാ? അച്ഛാ, ഇതൊക്കെ കുഞ്ഞമ്മയുടെ നാടകാ. ഇതൊന്നും കണ്ട അച്ഛൻ ടെൻഷൻ ആവണ്ട. അമ്മയുടെ മുമ്പിൽ ഇനി കുഞ്ഞമ്മ ഷോ ഒക്കെ ഇറക്കും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അച്ഛൻ നിരപരാധിയാണെന്ന് 100% ഉറപ്പുള്ള തെളിവ് കിട്ടുന്നവരെ ഇതുപോലുള്ള നാടകങ്ങളൊക്കെ കാണേണ്ടി വരും.